ആച്ചു എൻ്റെ വന്നില്ല കൊച്ചിന് ഗിഫ്റ്റും കൊടുത്തില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ പോണത് നമ്മുടെ കൊച്ചിന് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ്. സർപ്രൈസ് കൊടുക്കാൻ പോണത് സാൻഡ കൊണ്ടുവന്ന് സർപ്രൈസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് വെച്ച് എന്നുള്ള രീതിയാണ്. അപ്പോൾ അവനോട് നമ്മൾ ഒരു കഥ പോലെയൊക്കെ പറയാറുണ്ട്. സാൻഡ വരും, അപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. കഴിഞ്ഞ ക്രിസ്മസിന് ഇതുപോലെ ചെറിയൊരു ഇതൊക്കെ ഒരു സംഭവമൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അത് ഹാപ്പിയായി. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതുപോലെ ഒന്ന് സർപ്രൈസ് കൊടുക്കാമെന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അവർ സർപ്രൈസ് എടുക്കാൻ പോകുന്ന വേറെ ഒരു RC കാറാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിൽ ഷോർട്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു കാറ് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരിങ്ങനെ 360 റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് കാറാണ്, ഇങ്ങനെ പെടക്കണ പോലത്തെ ഒരു കാറാണ്. അപ്പോൾ അതെന്നോട് കാണിച്ചിട്ടുണ്ട്, പപ്പ ഇത് കണ്ട ഇത് പെടക്കക്കാരാണ് പപ്പ, ഇപ്പോൾ ഈ പെടക്കക്കാർ എനിക്ക് മേടിച്ച് തരും. അപ്പോൾ ഞാൻ പറഞ്ഞ് വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ ഇപ്പം ഇല്ല, പിന്നെ മേടിച്ചു തരാം എന്നുള്ള രീതിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതവന് ഗിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു ഇതാണ്. ഓൺലൈനൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അത് ഡെലിവറി ഒരു 25-ാം തീയതി കഴിഞ്ഞിട്ടൊക്കെ കാണിക്കുന്നത്. നിയറസ്റ്റ് ഷോപ്പിൽ ചെന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ സാധനം ഉണ്ട്. അവിടെ നിന്ന് പിക്ക് ചെയ്ത് പ്രൈസ് ആവോ ഇല്ലേ എന്താ സംഭവിക്കാൻ പോണെന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം, എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങളിരുന്നത് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് രാത്രി കുർബാനക്കൊക്കെ പോകാൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ RC കാർ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് ഹാമ്പറാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ പയ്യ റെഡിയാണ്. അപ്പോൾ ബലൂൺ കുറച്ച് ഡെക്കറേഷനൊക്കെ ഇടുക, അതൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളൊരു മൂടാണ്. അപ്പോൾ കുറച്ച് മിഠായി ബലൂൺ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞേക്കണ്ടേ. നമ്മളിതേപോലെ അവന് സർപ്രൈസ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്മ പോയിട്ട് കുറച്ച് ബലൂണും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു. ബലൂൺ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ സമയത്ത് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ അമ്മ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നേട്ടോ. എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് താഴോട്ട് എത്തിക്കണം. താഴെ ഹാളിൽ അവൻ ഇരിപ്പുണ്ട്. അപ്പോൾ അവനെ കാണിക്കാണ്ട് വേണ്ടി ഇതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അമ്മനെ കൊണ്ട് അവനെ നൈസായിട്ട് ഒന്ന് ഒരു 2 സെക്കൻഡൊക്കെ എങ്ങനെയെങ്കിലും മാറ്റിക്കണം. അപ്പോൾ അമ്മനെ കൊണ്ട് അതിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് നൈസായിട്ട് താഴെ കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഗൈസ്. അപ്പോൾ അതേ അമ്മ അപ്പുറത്തെ റൂമിലോട്ട് അവരെ എന്തൊക്കെയോ നുണയൊക്കെ പറഞ്ഞ് അപ്പുറത്തെ റൂമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. സൗണ്ട് കേൾക്കപ്പുറത്ത് നൈസായിട്ട് ഞങ്ങളല്ലേ ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത് താഴോട്ട് എത്തിക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പയ്യെ പറയാൻ പറ്റുള്ളൂ, അവനൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് അടുത്തോട്ട് അത് ഈ സാധനം കണ്ട ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നൈറ്റ് സെറ്റ് ചെയ്യാം. വെച്ചിട്ട് കുറച്ച് മിഠായിട്ടുണ്ട്, മിഠായി കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇത് അതിനെ നശിച്ച് വെക്കാം. അത് റെഡ് ഇതുകൊണ്ട് മൂടിയൊക്കെ നമുക്ക് കാണാണ്ടിരിക്കാൻ ബലൂണൊക്കെ നമുക്ക് ഇവിടെ നൈസായിട്ട് ഇട്ട് കൊടുക്കാം. അതുമാത്രമല്ല, നമ്മൾ സാൻഡയുടെ റെസ്റ്റോറൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് നൈസായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സാൻഡ മോനി സാൻഡയുടെ തുടുപ്പ് കൊണ്ടുവന്ന് അതും കൂടി തന്നിട്ടുണ്ട് എന്നുള്ള രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാടാ. മിഠായി വെച്ചിട്ട് നേരെ സാൻഡയുടെ ഉടുപ്പ് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. ഉടുപ്പ് മാത്രമൊന്നും വിചാരിക്കും. നൈസായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ട. എന്താണ് പാട്ടെന്താ? ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പാട്ടൊന്നും കേട്ടില്ല. എന്തു പറ്റി? എന്താണ്? പാടി നോക്കിക്കേ വരുവാൻ നോക്കട്ടെ. ജിംഗിൾ ബെൽ ഒന്ന് പാടി. വന്നില്ല. ചിലപ്പോ വഴി മാറി പോയിട്ടുണ്ടാവും, വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടാവും. കേട്ടാ, അടുത്ത ക്രിസ്മസ് വരും. പിന്നെ അവിടെ നിന്ന് വെളിയിൽ പോയപ്പോ മേടിച്ചില്ല, ഗ്രൗണ്ടിൽ പോയപ്പോ അതെടുത്ത് കളിച്ചു. വാളെടുത്ത് തരാം, പപ്പ എടുത്ത് തരാം വാള്. ലൈറ്റ് എത്തണ വാള് തൽക്കാലം ഇതുകൊണ്ട് കളിക്കും. എന്നാ ഇതുകൊണ്ട് കളിക്കും. അതത് ദേ നിവർത്തണ വാള് കണ്ട കണ്ട. ലൈറ്റ് ഒക്കെ എത്തണ വാള്. എന്നാ ആച്ചു ഫാൻ്റെ വന്നില്ല, വിഷമിച്ചിരിക്കണ്. അടുത്ത ക്രിസ്മസിന് വരുമെന്ന് പറയാമേ. എന്താണ് ക്രിസ്മസിന് വരുമെന്ന് പറയാം. സങ്കടപ്പെട്ടിരിക്കണ്. ഫാൻ്റെ വന്നില്ല, കൊച്ചിന് ഗിഫ്റ്റും കൊടുത്തില്ല അല്ലേ. ആള് വിഷമിച്ച് നിൽക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് അവനെ നൈസായിട്ട് വിളിക്കാം. കോളിമെൽ അടിക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് മാറിക്കാം. എന്തൊക്കെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. സാറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. നൈസായിട്ട് കോളിമെൽ അടിക്കണ്ട. എന്താ
എന്താണപ്പാ ഇതൊക്കെ എന്താണത്? ഇതെന്താണത്? സാന്റ വന്നു പോയി. ഉടുപ്പ് ഉടുപ്പിട്ടോ ഉടുപ്പിട്ടോ മുട്ടായൊക്കെ. പപ്പ നോക്കിയപ്പോ സാധനം ഒരാൾ ഓടിക്കളഞ്ഞത് ഇവിടുന്ന്. സാന്റ മിഠായി വെച്ചേക്കണ്. എന്ത് തണുപ്പ് നോക്ക്. എന്നാ തുറന്നു എന്ന് തുറന്നു നോക്ക്. എന്റെ പൊന്നെ എന്താണപ്പാ എന്ത് സാധനം? പെടക്കാറാണ് സാധനം വെച്ചേക്കണത് അല്ലേ? റിപ്പോർട്ട് പപ്പക്കറിയാൻ പാടില്ല. തുറന്നു നോക്ക്. പപ്പ നോക്കട്ടെ. എന്നാ ചിപ്പ അമ്മ തുറന്നു തരും. ചിപ്പ അമ്മ തുറന്നു തരും. എന്ത് കാരണം പെടക്കാറാ? ഓണാക്കണം. ബാറ്ററി അപ്പൊ കാണിച്ചു തരട്ടെ എങ്ങനെയെന്ന്? ഓപ്പറേറ്റ് ചെയ്യണ കാണിച്ചു തരട്ടെ? എന്താണപ്പ ക്രിസ്മസ് അപ്പം വന്ന് അതെന്താ ഉടുപ്പ് മിഠായി ബലൂൺ എല്ലാം. അതാരാണ് സാന്റ? പപ്പ നോക്കിയപ്പോ പപ്പ ഇവിടെ വന്നപ്പോ ഒരാള് ഇവിടെ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടിക്കണം അങ്ങാട്. പപ്പ നോക്കിയപ്പോ ഇവിടെ വെച്ചേക്കണ്. അത് പപ്പ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. പപ്പയെ കണ്ടില്ലപ്പാ. പപ്പയെ കണ്ടില്ല. എങ്ങനെയുണ്ട്? കൊള്ളാം. പോണേ സാന്റക്ക് താങ്ക് യു പറയുന്ന കേട്ടിട്ടുണ്ട് ഏട്ടാ. ഓക്കെ എവിടെ പോണേ? കളിക്കാൻ ഓർഡർ. പിന്നെ പിന്നെ അതിന്റെ പരിപ്പ് എടുക്കണവർ അതിന്റെ പുറകെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി. ആ സർപ്രൈസിൽ അവൻ എത്രത്തോളം ഹാപ്പി ആയെന്നുള്ള കാര്യം ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കും അതുപോലെ തന്നെ അവൻ്റെ ഹാപ്പിനെസ്സിൽ നമ്മൾക്കും അതിൻ്റെ പറയാൻ പറ്റാത്തതിനപ്പുറം നമുക്ക് അതിനുള്ള ഹാപ്പി ആയി. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇതുപോലെയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു നമ്മളുടെ ഫാമിലിയിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.